ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു ശാലിനിയോട് പറയുന്നു, എടോ താൻ എനിക്കൊരു അല്പം സാവകാശം എന്താ, എൻ്റെ വീടിൻ്റെ ബാധ്യതയുടെ പ്രശ്നം ഞാനൊന്ന് പരിഹരിച്ചോട്ടെ. എടോ താൻ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഞാൻ തന്നോടൊപ്പം തന്നെയാണെന്ന് തനിക്കറിയാമല്ലോ. തന്നെ വിട്ടിട്ട് എനിക്ക് മറ്റൊരു ജീവിതമില്ലെന്നും തനിക്കറിയാം. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കടമ്പ കടക്കുന്നത് വരെയെങ്കിലും തനിക്കൊന്ന് കാത്തിരുന്നുകൂടെ? എടോ, നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തിലും നമ്മളിപ്പോൾ പോകുന്ന പോലെ മുന്നോട്ട് പോകാനും നമുക്ക് കഴിയുവടോ. അതൊന്ന് മനസ്സിലാക്ക്. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട പോലെ സങ്കടത്തോടെ തലകുനിഞ്ഞു നിൽക്കുന്ന ശാലിനിയെ നോക്കി വീണ്ടും പറയുകയാണ്, ഞാൻ പറയുന്നതൊക്കെ തനിക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട് വിഷ്ണുവേട്ടാ. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് താമസിക്കുന്ന കാര്യം ആലോചിക്കാം. അതല്ലേ വിഷ്ണുവേട്ടൻ പറഞ്ഞത്? സങ്കടത്തോടെ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് ശാലിനി പറയുന്നു, ഞാൻ അമ്മയോട് പറഞ്ഞോളാം. വിഷ്ണുവേട്ടൻ ഇപ്പൊ പൊയ്ക്കോ. ഇനി ഇവിടെ നിന്ന് വൈകിയാൽ വിഷ്ണുവേട്ടന് സത്യാമ്മയ്ക്ക് മുന്നിൽ വിഷ്ണുവേട്ടൻ ഇനിയും എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ പറയേണ്ടി വരും. ശാലിനി ആകെ നിരാശയിലും സങ്കടത്തിലുമാണെന്ന് മനസ്സിലാക്കിയ വിഷ്ണു പറയുന്നു, ഞാനങ്ങനെ പറഞ്ഞതിൽ താൻ വിഷമിക്കുകയൊന്നും വേണ്ട. തൊണ്ടയിടറി കരഞ്ഞുകൊണ്ട് ശാലിനി പറയുന്നു, ഇല്ല വിഷ്ണുവേട്ടാ, നമ്മളുടെ ജീവിതം എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ നമ്മളുടെ ജീവിതം ത്യജിക്കുന്നു, അത്രമാത്രം. ഞാനായിട്ട് ഇനി ഈ കാര്യം പറയില്ല. വിഷ്ണുവേട്ടൻ എന്ന് കുടുംബമായിട്ട് താമസിക്കണമെന്ന് തോന്നുന്നോ അന്ന് പറഞ്ഞാൽ മതി. ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായനായി നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി സങ്കടപ്പെട്ടുകൊണ്ട് ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് വിഷ്ണുവേട്ട. വിഷ്ണുവേട്ടൻ ശബരിമല ശാസ്താവിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ടോ? ശാസ്താവിനോട് വിവാഹകാര്യം പറഞ്ഞ മാളികപ്പുറത്തമ്മയോട് ശാസ്താവ് പറഞ്ഞതേ, കന്നിക്കാരില്ലാത്ത ഏതൊരു മണ്ഡലകാലം വരികയാണെങ്കിൽ വിവാഹം കഴിച്ചോളാവെന്ന്. അതൊരിക്കലും സംഭവിക്കില്ലെന്ന് ഭഗവാൻ അറിയാമായിരുന്നു. പ്രശ്നങ്ങളില്ലാത്ത ഒരു സമയം നോക്കി നമ്മളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ വിഷ്ണുവേട്ടൻ ഈ കഥയൊന്ന് മനസ്സിൽ ഓർക്കുന്നത് നല്ലതാ. വിഷ്ണു സങ്കടത്തോടെ ശാലിനി പറഞ്ഞ കഥ മനസ്സിലാക്കി ശാലിനിയെ നോക്കിക്കൊണ്ട് എടോ എന്നുള്ള ആ വിളിയിൽ വിഷ്ണുവിന്റെ സകല സങ്കടവും ശാലിനി മനസ്സിലാക്കുന്നുണ്ട്. സാരമില്ല വിഷ്ണുവേട്ടൻ പൊയ്ക്കോ. എനിക്കിനി അമ്മയുടെ ചോദ്യങ്ങൾ കൂടി മറുപടി പറയേണ്ടി വരും. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും വെച്ച് അതൊന്നും സാധിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് വിഷ്ണു ഇങ്ങനെ ശാലിനിയുടെ തോളിൽ തട്ടിയിട്ട് കരഞ്ഞുകൊണ്ട് പറയുവാണ്, എല്ലാം ശരിയാവുകടോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പുറത്തോട്ട് നടന്നു പോവുകയാണ്. വിഷ്ണു നടന്നു പോകുന്നതെന്ന് നോക്കി ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുവാണ്. വിഷ്ണുവാണെങ്കിൽ പുറത്തു വന്നു നിന്ന് അവന്റെ ജീപ്പിൽ ചാരി നിന്ന് പലതും ഇങ്ങനെ ആലോചിക്കുവാണ്. കൃത്യമായി ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ പരാജയം. ശാലിനി പറഞ്ഞത് ശരി തന്നെയാ. ഒന്നിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അത് പരിഹരിക്കാനുള്ള ഓട്ടത്തിൽ ഞാൻ എൻ്റെ ശാലിനിയെ ബോധപൂർവം മറക്കുന്നതല്ല, ബോധപൂർവം മറക്കപ്പെടുന്നു. അതെന്റെ തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും ശാലിനിയുടെ കാഴ്ചപ്പാടിൽ അത് തെറ്റ് തന്നെയാ. മക്കളെ കിട്ടി, പക്ഷെ അമ്മയുടെ മുന്നിൽ സ്വന്തം മക്കളാണെന്ന് പറഞ്ഞ് താമസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോഴും അമ്മയുടെ മുന്നിൽ പപ്പിമോള് രോഹിത്തിൻ്റെയും ശ്യാമയുടെയും മകളാണ്. എൻ്റെ പപ്പിമോൾക്ക് പോലും അറിയില്ല ഞാനും ശാലിനിയുമാണ് അവളുടെ അച്ഛനും അമ്മയെന്ന്. സത്യ മകളായിട്ട് കിട്ടി, പക്ഷെ സത്യമോക്കും അറിയില്ലല്ലോ ഞാനാണ് അവളുടെ അച്ഛനെന്ന്. ഞാൻ എന്തൊക്കെ സ്നേഹം കാണിച്ചാലും അത് അവളുടെ ബിഗ് ഫ്രണ്ടിൻ്റെ സ്നേഹമായിട്ടല്ലേ അവൾ കാണൂ. ഇതെല്ലാം പരിഹരിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കണം. എൻ്റെ ശാലിനിയും മക്കളും അടങ്ങുന്ന ഒരു ലോകം, അത് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഞാൻ തന്നെയാ, ഞാൻ മാത്രം. ഇതൊക്കെ ഇങ്ങനെ വിഷ്ണു ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛാ എന്നൊരു വിളി. ആ അച്ഛാ എന്നുള്ള വിളിയിൽ വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോയി. അവൻ്റെ ചെവിക്കുള്ളിൽ അച്ഛാ എന്നുള്ള വിളി ഇങ്ങനെ മുഴങ്ങുവാണ്. വിഷ്ണു ഞെട്ടിത്തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ സത്യമോളാണ് അവിടെ നിന്ന് വിളിക്കുന്നത്. വിടർന്ന കണ്ണുകളിൽ കൂടെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് വിഷ്ണു ഇങ്ങനെ സത്യമോളെ തന്നെ നോക്കി നിൽക്കുവാണ്. സത്യമോളാണെങ്കിൽ ചിരിച്ച് വലിയ സന്തോഷത്തോടെ ഓടി വന്ന് വിഷ്ണുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. സത്യമോളെ വീണ്ടും അച്ഛാ എന്നിങ്ങനെ വിളിക്കുമ്പോൾ വിഷ്ണു സങ്കടത്തോടെ മോളെ എന്നും പറഞ്ഞ് അവളുടെ കവിളുകൾ ഇങ്ങനെ തലോടുവാണ്. അടക്കാനാകാത്ത സന്തോഷം മനസ്സിലിരിക്കുന്നത് ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ട് വിഷ്ണു തൻ്റെ പൊന്നുമോളെ സത്യമോളെ അങ്ങനെ കെട്ടി അങ്ങ് പിടിക്കുവാണ് മാറോടൊപ്പം. ഇത് ശാലിനി അവിടെ നിന്ന് കാണുന്നുണ്ട്. ആ സന്തോഷ നിമിഷം എത്രയോ നാളുകൊണ്ട് ശാലിനി സ്വപ്നം കണ്ടതായിരുന്നു. അത് തൻ്റെ മുന്നിൽ ഇപ്പോൾ നടക്കുന്നത് കണ്ട് ശാലിനി അങ്ങ് സന്തോഷത്തോടെ ആനന്ദക്കണ്ണുനീര് പൊഴിക്കുവാണ്. വിഷ്ണുവാണെങ്കിൽ സത്യമോളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് കുഞ്ഞിനെ ഇങ്ങനെ തലോടുമ്പോൾ സത്യമോള് വിഷ്ണുവിന് അങ്ങ് ഉമ്മ കൊടുക്കുവാണ്. വിഷ്ണു ആണെങ്കിൽ മോളേന്ന് വിളിച്ച് സത്യമോൾക്ക് മുത്തങ്ങളുടെ ഒരു പെരുമഴ തന്നെ അങ്ങ് ചൊരിയുവാണ്. സത്യമോള് വിഷ്ണുവിനോട് ചോദിക്കുന്നു, ബിഗ് ഫ്രണ്ട് എൻ്റെ അച്ഛനാണില്ലേ?
മോടച്ഛൻ ഞാനാണെന്നുള്ള ഭാവത്തിൽ വിഷ്ണു ഇങ്ങനെ തലയാട്ടി കാണിക്കുവാണ്. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സത്യമോളെ അങ്ങ് അടങ്കം കെട്ടിപ്പിടിക്കുക. തൊണ്ടയിടറി കരഞ്ഞുകൊണ്ട് വിഷ്ണു ചോദിക്കുന്നു, മോളോടിപ്പോൾ ഇതാരാ പറഞ്ഞേ? അമ്മയാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വിഷ്ണു ശാലിനിയെ നോക്കുന്നു. അതേന്ന് ശാലിനിയും ഇങ്ങനെ തലയാട്ടി കാണിക്കുന്നു. സത്യമോള് പറയുക, അമ്മ എല്ലാം പറഞ്ഞു. എന്നിട്ട് എൻ്റെ മോൾക്ക് സന്തോഷമായോ? സന്തോഷമായി. ഞാൻ പലവട്ടം ആഗ്രഹിച്ചതാ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്. എന്താ എൻ്റെ മോൾ ആഗ്രഹിച്ചത്? വിഷ്ണുവച്ചൻ എൻ്റെ അടുത്ത് വരുമ്പോൾ, എന്നോട് സംസാരിക്കുമ്പോൾ, അച്ഛനില്ലാത്ത കുട്ടിയാണെന്നും പറഞ്ഞ് എന്നെ കൂട്ടുകാരി കളിയാക്കുമ്പോൾ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഈ വിഷ്ണു അച്ഛനെ ശരിക്കും എൻ്റെ അച്ഛനാക്കി തരാൻ പറ്റുമോ എന്ന്. പൊന്നുമോളുടെ വായിൽ നിന്ന് വാക്കുകൾ കേട്ട് വിഷ്ണു അങ്ങ് സങ്കടപ്പെടുവാണ്. ഇപ്പോഴെൻ്റെ മോടെ പ്രാർത്ഥന സത്യമായില്ലേ? അമ്മ ഇത് പറഞ്ഞപ്പോൾ മുതൽ അച്ഛനെ ഒന്ന് കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചെന്നോ. അപ്പോഴമ്മ പറയുക, അച്ഛൻ ഇങ്ങോട്ട് വരും, അപ്പോൾ കാണാമെന്ന്. ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനി എനിക്ക് ആരെയും പേടിക്കാതെ അച്ഛാന്ന് വിളിക്കാമല്ലോ. വിളിച്ചോ മോളെ, എൻ്റെ പൊന്നുമോൾക്ക് എത്ര വേണമെങ്കിലും അച്ഛാന്ന് വിളിക്കാം. അത് കേട്ടിട്ട് സത്യമോൾ അച്ഛാ അച്ഛാ എന്നിങ്ങനെ വിളിക്കുവാണ്. വിഷ്ണുവിനത് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് ആനന്ദപ്പെടുവാണ്. ഇതെല്ലാം കണ്ടോണ്ട് ശാലിനി അടുത്തു തന്നെ നിന്ന് സന്തോഷത്തോടുള്ള ആനന്ദക്കണ്ണീര് തന്നെ പൊഴിക്കുവാണ്. അച്ഛാ, എങ്കിലും ഞാൻ സത്യാമ്മയുടെ മുന്നിൽ വെച്ച് അച്ഛാന്ന് വിളിക്കില്ല കേട്ടോ. ഞാനെങ്ങനെ വിളിച്ചാലേ അച്ഛനെ സത്യാമ്മ വഴക്ക് പറയുമെന്നാ അമ്മ പറഞ്ഞത്. അച്ഛന് വഴക്ക് കേൾക്കുന്ന ഒന്നും ഈ സത്യമോള് ചെയ്യില്ല. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ശാലിനി പറയുക, അച്ഛനും മോളോട് ഇങ്ങനെ സ്നേഹിച്ചിരുന്നാൽ മതിയോ? മോളിങ്ങി വാ, അച്ഛനെ സത്യാമ്മ തിരക്കും. ആ സമയത്ത് ശാരദാമ്മയെ അവിടെ വെളിയിൽ വന്നു നിന്ന് നോക്കുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ ചങ്ക് പൊട്ടിക്കൊണ്ട് പറയുവാണ്, എൻ്റെ മക്കൾക്ക് അച്ഛാന്നൊന്ന് ഉറക്ക വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിടാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. ശാലിനി, താൻ പറഞ്ഞത് ശരിയാ. എൻ്റെ ജീവിതം ഞാനായിട്ട് തന്നല്ലേ ഇല്ലാണ്ടാക്കിയത്. വിഷ്ണുവേട്ട, അങ്ങനെയല്ല. നമ്മുടെ ജീവിതം ഇങ്ങനെ ഈ രീതിയിലായി പോയതിന് വിഷ്ണുവേട്ടൻ മാത്രമല്ല കുറ്റക്കാരൻ. ഞാനും എൻ്റെ കുടുംബവും എല്ലാവരും ഉണ്ട്. പല സത്യങ്ങളും നമ്മൾ പലർക്കു വേണ്ടി മറച്ചു വെക്കേണ്ടി വന്നു. അതിന് പകരം നമ്മൾ കൊടുക്കേണ്ടി വന്നത് നമ്മളുടെ ജീവിതം തന്നെയാണ്. ഇപ്പോൾ സത്യമെല്ലാം വിഷ്ണുവേട്ടന് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും നമുക്ക് മുന്നോട്ട് പോകാമെന്ന് കരുതാം. അങ്ങനെ സമാധാനിക്കാം, അല്ലേ വിഷ്ണുവേട്ട? അതിനൊരു കാര്യം കൂടെ വേണോടോ. എന്താണ് വിഷ്ണുവേട്ട എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു അവൻ്റെ കൈനീട്ടി ശാലിനി അങ്ങ് അടങ്കം കെട്ടിപ്പിടിക്കുവാണ്. ശാലിനിയെ വിഷ്ണു നെഞ്ചോടെ ചേർത്ത് വെച്ച് സ്നേഹത്തോടെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് ശാരദാമ്മ കണ്ട് സന്തോഷിക്കുന്നുണ്ട്. ശാലിനിയാണെങ്കിൽ അടക്കാനാകാത്ത സന്തോഷം കൊണ്ട് അവളുടെ മനസ്സിലിരിക്കുന്ന പല കാര്യങ്ങളും ഓർത്ത് വിഷ്ണുവിൻ്റെ മാറിൽ കിടന്നങ്ങനെ പൊട്ടിക്കരയുവാണ്. ഇതെല്ലാം കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന സത്യമോളെ വിഷ്ണു വിളിച്ച് സത്യമോളെയും ചേർത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അങ്ങനെ വിഷ്ണുവും ശാലിനിയും സത്യമോളും ചേർന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. ആ കാഴ്ച കാണുന്ന ശാരദാമ്മയൊന്ന് കാണാനുണ്ട്. ദൈവമേ, ഒരമ്മയുടെ മനസ്സിലെ സന്തോഷം, തൻ്റെ മകൾക്ക് അവളുടെ ജീവിതം തിരിച്ചു കിട്ടിയല്ലോ, എൻ്റെ പ്രാർത്ഥന എൻ്റെ ഭഗവതി കേട്ടല്ലോ എന്നൊക്കെ ഓർത്ത് ശാരദാമ്മ അങ്ങ് സന്തോഷിച്ച് നിൽക്കുക. ശാലിനി, താൻ പറഞ്ഞ വാചകത്തിൽ പ്രസക്തി ഇല്ലടോ. നമ്മൾ എന്നെങ്കിലും ഇങ്ങനെ സന്തോഷിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോകും. ഇത് വിഷ്ണുവിൻ്റെ ഉറപ്പാണ് ശാലിനി. സത്യമോള് ശാരദാമ്മയെ കണ്ടിട്ട് പറയുന്നു, ശാരദാമ്മേ, ഇത് ബിഗ് ഫ്രണ്ട് അല്ല, എൻ്റെ അച്ഛനാ. ആണോ? എൻ്റെ മോളുടെ അച്ഛനാണോ? മോൾക്കിപ്പോൾ സന്തോഷമായില്ലേ? സന്തോഷമായി ശാരദാമ്മേ, ഒരുപാട് സന്തോഷമായി. അവരെങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അകത്തുനിന്നും പപ്പിമോൾ ഓടി വന്നിട്ട്, ആഹാ, ഇവിടെ വന്ന് നിൽക്കുവാണോ എന്നും പറഞ്ഞ് പപ്പിമോൾ ചിരിച്ചോണ്ട് ഓടി വന്ന് വിഷ്ണുവച്ചാ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. വിഷ്ണുവിന് ഇതിൽ പരം ഒരാനന്ദമുണ്ടോ? 2 പൊന്നുമക്കളെയും അടുത്ത് കിട്ടിയിരിക്കുവാണ്. വിഷ്ണുവാണെങ്കിൽ 2 പൊന്നുമക്കളെയും ചേർത്ത് ഇങ്ങനെ അടങ്കം പിടിച്ചോണ്ട് വലിയൊരു അഭിമാനത്തോടെ ശാലിനിയെ ഇങ്ങനെ തലയെടുപ്പോടെ നോക്കിയൊരു പുഞ്ചിരിയാണ്. അത് കണ്ട് ശാലിനിയും അച്ഛനും മക്കളും കൂടെ ചേർന്ന് നിൽക്കുന്ന ആ ഒരു രംഗം കണ്ട് ശാലിനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. മക്കളേന്നും പറഞ്ഞ് വിഷ്ണു 2 മക്കളെ ഒന്നിച്ചങ്ങ് പൊക്കിയെടുത്തു. എന്നിട്ട് 2 മക്കളും ഒന്നിച്ച് തന്നെ വിഷ്ണുവിൻ്റെ 2 കവളിലും ഉമ്മ കൊടുക്കുവാണ്. അങ്ങനെ ആ അച്ഛനും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മുത്തം കൊടുക്കുന്നത് കണ്ട് ശാരദാമ്മ 2 കൈയും എടുത്ത് തൊഴുതിട്ട്, എൻ്റെ ഈശ്വരാ, എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. ശാരദാമ്മ എന്നിട്ട് പറയുന്നു, എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്നങ്ങ് ഭക്ഷണം കഴിച്ചാലോ? അത് പിന്നൊരിക്കലാകട്ടെ ശാരദാമ്മ, ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. മക്കളാണെങ്കിൽ വിഷ്ണുവിനെ വിടുന്ന പാടില്ല. അവരച്ഛനെ കിട്ടിയ സന്തോഷത്തിലങ്ങ് ഉമ്മ കൊടുപ്പോട് ഉമ്മ തന്നെ.
പോയിട്ട് വരട്ടെ മക്കളെ എന്ന് മനസ്സില്ലാ മനസ്സോടെ വിഷ്ണു മക്കളോടും ശാലിനിയോടും യാത്ര പറഞ്ഞു പോവുകയാണ്. രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചു നിർത്തി ശാലിനി കരയുന്ന കണ്ട് സത്യമോള് ചോദിക്കുന്നു, എന്തിനാ അമ്മ കരയുന്നേ? ഒന്നുമില്ല മക്കളെ എന്നും പറഞ്ഞ ശാലിനി രണ്ട് മക്കളെയും തൻ്റെ തോളിലോട്ട് കിടത്തുവാണ്. ശ്യാമയാണ് ഈ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് നടന്നുകൊണ്ട് രോഹിത്ത് ശ്യാമയോട് പറഞ്ഞ വാക്കുകൾ ഓരോന്നും അവളുടെ ഹൃദയത്തിൽ ചാട്ടവാറിൻ്റെ അടികൊള്ളുന്ന പോലാണ് നോവുന്നത്. നീ വേണമെങ്കിൽ ഇവൻ്റെ കൂടെ അങ്ങ് പുറത്തോടി, ശാലിനി അവിടെ അല്ലേ, ഇവിടെ ആകുമ്പോൾ ഇവനൊരു കൂട്ടുവാകും നീ. ശ്യാമ ഇങ്ങനെ ഓർത്തിട്ട് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശാരദാമ്മ വന്നിട്ട് ചോദിക്കുന്നു, അത് ശരി, നീ വീണ്ടും കരച്ചിൽ തുടങ്ങിയോ? എൻ്റെ മോളെ, നീ ഇങ്ങനെ ഓരോന്നോർത്ത് കരഞ്ഞോണ്ടിരുന്നാൽ പിന്നെ അതിന് മാത്രമേ നേരം കാണൂ. രോഹിത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നീ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ നിന്റെ ജീവിതം നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ശ്യാമേ, നമ്മളെ അമ്മ എങ്ങനെയാണ് വളർത്തിയത്? അച്ഛൻ്റെ സംരക്ഷണയിലാണോ നമ്മൾ വളർന്നത്? ശാലിനി ശ്യാമയോട് ചോദിക്കുക. നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മയോട് കാണിച്ച തെറ്റിൻ്റെ അത്രയൊന്നും രോഹിത്ത് നിന്നോട് കാണിച്ചിട്ടില്ല. ചിലരുടെ ലഹരിയിൽ അവൻ അടിമപ്പെട്ടു. ശ്യാമയെ, നമുക്ക് അതൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളു. അവളാ ആ സുസ്മിത, അവള് രോഹിത്തിനെ എനിക്ക് വിട്ടു തരില്ല. അങ്ങനെയൊന്നും ഒരാൾക്കും ഒരാളെ പിടിച്ചു വെക്കാനാവില്ല ശ്യാമേ. ഇവിടെ എന്താ നിയമവും കോടതിയൊന്നും ഇല്ലേ? നമ്മൾ ആ വഴിക്കാ പോകേണ്ടതെങ്കിൽ ആ വഴിക്ക് പോകും. ഒരു തരത്തിലും രോഹിത്തിനെ ഈ രീതിയിൽ വിടാൻ നമ്മൾ അനുവദിക്കില്ല. നോക്ക് ശ്യാമേ, രോഹിത്തിനെ നിന്റെ മുന്നിൽ എത്തിക്കുമെന്ന് പറയുന്നത് ഈ ശാലിനി തന്നെയാ. ഇത് എൻ്റെ വാക്കാണ്. എൻ്റെ കുഞ്ഞേച്ചി എന്നെ വേണ്ടാന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരാളെ ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നിട്ട് എന്ത് പ്രയോജനമാ? ശാരദാമ്മ പറയുക, എടി ഇതെല്ലാം നീ തന്നെ ഉണ്ടാക്കി വെച്ചതല്ലേ. നീ അന്ന് ആ കത്തിങ്ങനെ എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ? മതി, കഴിഞ്ഞു പോയതെല്ലാം പറഞ്ഞ് നിങ്ങൾ എല്ലാവരോടും എന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നിങ്ങൾ എല്ലാവരും എൻ്റെ മുന്നിൽ നിന്ന് കടന്നു പോകുന്നുണ്ടോ? ശ്യാമയുടെ ആ ഭാവമാറ്റം കണ്ട് ശാലിനിക്ക് മനസ്സിലായി അവൾ ആകെ ടെൻഷനിലാണെന്ന്. അമ്മേ, അവൾ കുറച്ചു നേരം ഒന്ന് തനിച്ചിരിക്കട്ടെ, നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല. പപ്പിമോൾ ഓടി വന്ന് ശ്യാമയുടെ അടുത്ത്, അമ്മേ എനിക്ക് ഉറക്കം വരുന്നു, നമുക്ക് കിടക്കാം. അമ്മേ നമുക്ക് കിടക്കാം. പെട്ടെന്ന് ശ്യാമ കുഞ്ഞിന്റെ കൈ പിടിച്ച് തള്ളിയിട്ട്, ഏതമ്മ, ഇക്കോണയല്ല എൻ്റെ മുന്നീന്ന്. പപ്പിമോളോട് പറയുവാ, ഇവിടെ നിന്റെ അമ്മയും ഇല്ല ആരുമില്ല. പൊട്ടിക്കരഞ്ഞോണ്ട് പറയുന്നു, എനിക്ക് ആരുമില്ല, ഭർത്താവുമില്ല, മക്കളുമില്ല. നിങ്ങളോടൊക്കെ അല്ലേ ഞാൻ പറഞ്ഞത്, ഒരൊറ്റ ഒരെണ്ണം എൻ്റെ മുൻപിലോട്ട് വന്നു പോകരുത്. നിയന്ത്രണം വിട്ടു നിൽക്കുന്ന ശ്യാമയോട് ശാലിനി പറയുന്നുണ്ട്, ശ്യാമേ നീ കാണിക്കുന്നതൊക്കെ കുറച്ച് കടന്നു പോകുന്നുണ്ട്. നീയും ഞാനും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ കുഴപ്പങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കുട്ടികൾ എന്ത് പിഴച്ചു? അവരോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളോടൊക്കെ അല്ലേ പറഞ്ഞ് എനിക്ക് ആരെയും കാണണ്ടെന്ന്. നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി തരുമോ എൻ്റെ മുമ്പിൽ നിന്ന് എന്നും പറഞ്ഞ് നിയന്ത്രണം വിട്ട് ശ്യാമയങ്ങ് കരയുവാണ്. ഇത് കണ്ട് ശാലിനി പപ്പിമോളോട് പറയുന്നു, മോളെ ഇന്ന് മോള് ചേച്ചിയമ്മയുടെ കിടക്ക്. അമ്മ എൻ്റെ കൂടെ കിടക്കുന്നില്ലേ ചേച്ചിയമ്മേ? അമ്മ ഇന്ന് ഒറ്റയ്ക്ക് കിടക്കട്ടെ. എൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ ചേച്ചിയമ്മേ? ശ്യാമയുടെ പ്രവൃത്തിയിൽ എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് മനസ്സിലായ ശാലിനി, അമ്മ ഇന്ന് ശ്യാമയോടെ കിടക്കണം എന്നും പറഞ്ഞ് ശാലിനി പപ്പിമോളെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ശ്യാമയുടെ സമനില തെറ്റുമോ? ശാലിനി രോഹിത്തിനെയും ശ്യാമയെയും ഒന്നിപ്പിക്കുമോ എന്നുള്ളതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.